ഹരേ രാമ ഹരേ കൃഷ്ണ. മേടമാസത്തിൽ ഭാഗ്യം തുണയ്ക്കുന്ന നക്ഷത്രക്കാർ ഇവരാണ്. ലോട്ടറി ഭാഗ്യം ഇവരെ തേടിയെത്തും. ഇപ്പോൾ മേടമാസത്തിലൂടെയാണ് നാം സഞ്ചരിക്കുന്നത്. മെയ് 14 വരെ മലയാളം കലണ്ടർ പ്രകാരം മേടമാസമായിരിക്കും. ഓരോ മാസത്തിലും ചില പ്രത്യേക സൗഭാഗ്യങ്ങൾ ഓരോ നക്ഷത്രക്കാർക്കും വന്നു ചേരുന്നുണ്ട്. അത്തരത്തിൽ മേടമാസത്തിലും ചില നക്ഷത്രക്കാരെ ഭാഗ്യം അനുഗ്രഹിക്കും. ഇവർക്ക് സാമ്പത്തിക ഉയർച്ച, ലോട്ടറി ഭാഗ്യം, സമ്മാനങ്ങൾ എന്നിവയ്ക്ക് ഈ സമയം ഏറെ സാധ്യതകൾ ഉള്ളതാണ്. നറുക്കെടുപ്പിലൂടെയും മറ്റു വഴികളിലൂടെയും ഇവർക്ക് ഭാഗ്യം തേടിയെത്തും. മേടമാസത്തിൽ ലോട്ടറി ഭാഗ്യത്തിന് വളരെ സാധ്യതയുള്ള ആ ഭാഗ്യ നക്ഷത്രക്കാർ ആരെല്ലാമാണെന്ന് നോക്കാം. ആദ്യം ഭരണി നക്ഷത്രക്കാരാണ്. ഭരണി നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം മേടമാസത്തിൽ നിങ്ങളെ ഭാഗ്യം പൂർണ്ണമായും അനുഗ്രഹിക്കും. ഈ സമയം നിങ്ങൾക്ക് വളരെ അനുകൂലമായ സമയമാണ്. പല വഴികളിലൂടെയും ധനപരമായ നേട്ടങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ വന്നു ചേരുന്നതാണ്. ഇത് നിങ്ങളുടെ ജീവിതത്തിൽ വളരെ നല്ല നേട്ടങ്ങൾ നൽകുകയും ചെയ്യും. വളരെ കാലമായി കിട്ടാതിരുന്ന പണം തിരികെ നിങ്ങളുടെ കൈകളിൽ എത്തും. അത്തരത്തിൽ ധനപരമായ വലിയ നേട്ടങ്ങളാണ് നിങ്ങളെ കാത്തിരിക്കുന്നത്. നിങ്ങൾ എടുക്കുന്ന ലോട്ടറികൾ ഈ സമയം അടിക്കുവാൻ സാധ്യതയുണ്ട്. അത്തരത്തിൽ വളരെയധികം സാമ്പത്തിക നേട്ടം കൈവരാൻ യോഗമുള്ള നക്ഷത്രക്കാർ തന്നെയാണ് ഭരണി നക്ഷത്രക്കാർ. എല്ലാവിധത്തിലും ധനപരമായ നേട്ടം നിങ്ങളെ ഈ സമയം തേടി എത്തുകയും ചെയ്യും. അടുത്തത് പുണർദം നക്ഷത്രക്കാരാണ്. പുണർദം നക്ഷത്രക്കാർക്കും ഇത് ഭാഗ്യം അനുകൂലിക്കുന്ന ഒരു സമയമാണ്. ധനപരമായ വലിയ നേട്ടങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ വന്നു ചേരും. മേടമാസത്തിൽ ചില പ്രത്യേക സൗഭാഗ്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ എത്തിച്ചേരുകയും ചെയ്യും. ബിസിനസ്സുമായോ തൊഴിൽപരമായോ ബന്ധപ്പെട്ട് നിങ്ങൾക്ക് വലിയ സാമ്പത്തിക നേട്ടം കൈവരിക്കുവാൻ സാധിക്കും. ഭാഗ്യക്കുറികളിലൂടെ സമ്മാനങ്ങൾ ലഭിക്കുവാൻ അനുകൂലമായ സമയമാണ് ഇത്. പണ്ട് നൽകിയ കൈവായ്പകൾ നിങ്ങൾക്ക് തിരികെ ലഭിക്കുകയും ചെയ്യും. ലോൺ, ചിട്ടി തുടങ്ങിയ കാര്യങ്ങളിലും നിങ്ങളുടെ കൈകളിലേക്ക് പണം വന്നു ചേരുവാനുള്ള ഭാഗ്യം തുണയ്ക്കുന്നതാണ്. വളരെ കാലമായി ആഗ്രഹിക്കുന്ന ചില കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ വന്നു ചേരുകയും ചെയ്യും. പുതിയ വാഹനം, വീട് മോടി പിടിപ്പിക്കുവാനുള്ള സൗഭാഗ്യങ്ങളും പുണർദം നക്ഷത്രക്കാർക്ക് വന്നു ചേരുന്നതാണ്. അടുത്തത് വിശാഖം നക്ഷത്രക്കാരാണ്. വിശാഖം നക്ഷത്രക്കാർക്ക് നിങ്ങളുടെ ജീവിതത്തിലെ കഷ്ടപ്പാടുകൾ ഈ സമയം മാറിക്കിട്ടും. സാമ്പത്തിക പ്രയാസങ്ങൾ നീങ്ങും. മേടമാസം നിങ്ങൾക്ക് വളരെയധികം അനുകൂലമായ ഫലമാണ് സമ്മാനിക്കുക. ലോട്ടറി ഭാഗ്യം വരെ നിങ്ങളുടെ ജീവിതത്തിൽ തേടിയെത്തുകയും ചെയ്യും. പല വഴികളിലൂടെയും പണം വന്നു ചേരും. സമ്മാനങ്ങൾ ലഭിക്കുവാനുള്ള യോഗമുണ്ട്. വളരെ കാലമായി കിട്ടാതെ കിടന്നിരുന്ന പണം നിങ്ങൾക്ക് തിരിച്ചു ലഭിക്കും. ലോൺ, ചിട്ടി തുടങ്ങിയ കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ അനുകൂലമായി മാറുകയും ചെയ്യും. ഈ സമയം ധനപരമായി വളരെയധികം ഉയർച്ചയാണ് നിങ്ങളെ കാത്തിരിക്കുന്നത്. ഈ സമയം ഇഷ്ട ദേവതയെയും പരമേശ്വരനെയും ആരാധിക്കുന്നത് മൂലം നിങ്ങളുടെ ജീവിതത്തിൽ വളരെയധികം ശുഭകരമായ ദിവസങ്ങൾ വന്നെത്തുന്നതാണ്. അടുത്തത് അനിഴം നക്ഷത്രക്കാരാണ്. അനിഴം നക്ഷത്രക്കാർക്കും ഈ സമയം ജീവിതത്തിൽ വളരെയധികം അനുകൂലമായ ഫലങ്ങളായിരിക്കും സമ്മാനിക്കുക. നിങ്ങളുടെ ജീവിതത്തിലേക്ക് ധനപരമായ വലിയ നേട്ടങ്ങൾ വന്നു ചേരും. തടസ്സമായി നിൽക്കുന്ന എല്ലാ കാര്യങ്ങളും നിങ്ങളുടെ ജീവിതത്തിൽ നിന്നും മാറിക്കിട്ടുന്നതാണ്. ധനപരമായി നിൽക്കുന്ന ക്ലേശങ്ങൾ മാറിക്കിട്ടും. ലോൺ, ചിട്ടി എന്നിവ നിങ്ങൾക്ക് ലഭിച്ചേക്കാം. ലോട്ടറിയുമായി ബന്ധപ്പെട്ടും അനുകൂലമായ ഭാഗ്യം തന്നെ നിങ്ങൾക്കാണ്. ഈ സമയം വലിയൊരു തുക തന്നെ നിങ്ങളുടെ കയ്യിലെത്തുവാൻ സാധ്യതയുണ്ട്. തൊഴിൽ, കച്ചവടം എന്നിവയുമായി ബന്ധപ്പെട്ടും നിങ്ങളുടെ ജീവിതത്തിൽ വലിയ ധനനേട്ടമാണ് വന്നു ചേരുന്നത്. അടുത്തത് തൃക്കേട്ട നക്ഷത്രക്കാരാണ്. തൃക്കേട്ട നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം ഇത് നിങ്ങളുടെ ജീവിതത്തിൽ വലിയ നേട്ടങ്ങൾ വന്നു ചേരുന്ന സമയം തന്നെയാണ്. പല രീതികളിലുള്ള സൗഭാഗ്യങ്ങൾ നിങ്ങളെ തേടിയെത്തും. സാമ്പത്തിക പ്രയാസങ്ങൾ, മനക്ലേശങ്ങൾ എന്നിവ മാറിക്കിട്ടും. മേടമാസത്തിൽ കാര്യങ്ങൾ നിങ്ങൾക്ക് അനുകൂലമായി മാറുകയും ചെയ്യും. നിങ്ങളുടെ ജീവിതത്തിൽ സാമ്പത്തിക ഉയർച്ചയാണ് കാത്തിരിക്കുന്നത്. ധനപരമായ വലിയ നേട്ടങ്ങൾ വന്നെത്തും.
വളരെ കാലമായി നിങ്ങൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ചിട്ടി, ലോൺ എന്നിവ ലഭിക്കുവാനുള്ള സാധ്യതയുണ്ട്. ലോട്ടറിയുമായി ബന്ധപ്പെട്ടും സമ്മാനങ്ങൾ നേടിയെടുക്കുവാനുള്ള ഭാഗ്യവും നിങ്ങൾക്കുണ്ട്. തൊഴിൽപരമായും ബിസിനസ് പരമായും ഈ സമയം വലിയ നേട്ടങ്ങളാണ് നിങ്ങൾക്ക് സമ്മാനിക്കുക. ധനപരമായ സഹായങ്ങൾക്ക് നിങ്ങളുടെ ജീവിതത്തിൽ വന്നുചേരും. പല വഴികളിലൂടെയും ധനം നിങ്ങളുടെ കയ്യിലെത്തുകയും ചെയ്യും. വളരെയധികം സൗഭാഗ്യം നിറഞ്ഞ നക്ഷത്രക്കാരാണ് തൃക്കേട്ട നക്ഷത്രക്കാർ. അടുത്തത് പൂരം നക്ഷത്രക്കാരാണ്. പൂരം നക്ഷത്രക്കാർക്ക് മെയ് 1 വരെ വളരെയധികം സൗഭാഗ്യങ്ങൾ നിറഞ്ഞ സമയമായിരിക്കും. അതിനുശേഷം അല്പം പ്രയാസം നിങ്ങൾക്ക് നേരിടേണ്ടി വന്നേക്കാം. മെയ് 1 മുതൽ നിങ്ങൾക്ക് ധനപരമായ വലിയ നേട്ടങ്ങളാണ് കൈവരിക്കുവാൻ പോകുന്നത്. പല വഴികളിലൂടെയും ധനം കൈകളിലേക്ക് വന്നു ചേരും. ചിട്ടി, വായ്പ തുടങ്ങിയ കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ അനുകൂലമായി വന്നു ചേരുന്നതാണ്. ഈ സമയം നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്നു ചേരേണ്ട സൗഭാഗ്യങ്ങൾ ഓരോന്നായി തടസ്സങ്ങളില്ലാതെ വന്നെത്തും. ലോട്ടറി ഭാഗ്യം പോലുള്ള നിങ്ങളെ തേടിയെത്തും. സമ്മാനങ്ങൾ ലഭിക്കുവാനുള്ള യോഗവും നിങ്ങളുടെ ജീവിതത്തിലുണ്ട്. ഈ സമയം ധനപരമായും വളരെയധികം സഹായങ്ങളും നിങ്ങളുടെ ജീവിതത്തിലേക്ക് എത്തിപ്പെടുന്നതാണ്. വളരെ കാലമായി കിട്ടാതെ കിടന്ന പണം നിങ്ങൾക്ക് തിരികെ കിട്ടും. അപ്രതീക്ഷിതമായി നിങ്ങളുടെ കയ്യിലേക്ക് വളരെയധികം ധനം വന്നു ചേരുന്ന സമയമാണ് പൂരം നക്ഷത്രക്കാർക്ക്. അടുത്തത് ഉത്രട്ടാതി നക്ഷത്രക്കാരാണ്. ഉത്രട്ടാതി നക്ഷത്രക്കാർക്ക് മേടമാസത്തിൽ ഭാഗ്യം തുണയ്ക്കും. ഈ സമയം നിങ്ങൾക്ക് ധനപരമായ നേട്ടങ്ങൾ കൈകളിലെത്തും. പല വഴികളിലൂടെയും പണം വന്നു ചേരും. ലോട്ടറി, ചിട്ടി, ലോൺ എന്നിവ നിങ്ങൾക്ക് അനുകൂലമായി ഭവിക്കുകയും ചെയ്യും. വളരെ കാലമായി കിട്ടാതെ കിടന്നിരുന്ന പണം നിങ്ങൾക്ക് തിരികെ കിട്ടുന്നതാണ്. വസ്തുവുമായി ബന്ധപ്പെട്ട് ആദായം നിങ്ങൾക്ക് വളരെയധികം വർദ്ധിക്കും. വസ്തു കച്ചവടത്തിലൂടെ സാമ്പത്തിക നേട്ടങ്ങൾ കൈവരിക്കുവാൻ സാധിക്കും. ഈ സമയം നിങ്ങൾക്ക് ഇഷ്ട ദേവതയെ ആരാധിച്ച് മുന്നോട്ട് പോകുവാൻ സാധിക്കുന്നതാണ്. കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് അനുകൂലമായി മാറുകയും ചെയ്യും. ഈ നക്ഷത്രക്കാരാണ് ഇനി ഭാഗ്യം തുണയ്ക്കുന്ന നക്ഷത്രക്കാർ. ശുക്രൻ ഉദിച്ച സമയമാണ് മേടമാസത്തിൽ വന്നു ചേരുന്നത്. ഈ 7 നക്ഷത്രക്കാരുടെ ജീവിതം മേടമാസത്തോടുകൂടി രക്ഷപ്പെടുകയും ചെയ്യും. എല്ലാവർക്കും ഈശ്വരൻ്റെ അനുഗ്രഹവും കടാക്ഷവും വന്നു ചേരട്ടെ.